ഹൈ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ശരാശരി എന്ന് പറയും അല്ലേ. മലയാളത്തിൽ ശരാശരി എന്ന് പറയും. വെയിറ്റേജ് എന്ന് പറയുന്നത് പരീക്ഷയിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ഒന്നല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളത്. അതാണ് വെയിറ്റേജ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമുക്ക് ശരാശരി മലയാളത്തിൽ അറിയാം, അല്ലാതെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്താ പറയുക? ആവറേജ് ഈസ് നൺ ബട്ട് ആവറേജ് ഈസ് ടോട്ടൽ. എത്ര ഉണ്ട് ടോട്ടലിനെ ഡിവൈഡഡ് ബൈ നമ്പറാണ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 5 സംഖ്യകളുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 10 സംഖ്യകളുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത്. ആണല്ലോ. ഒന്ന് രണ്ട് കാര്യം കൂടെ പഠിക്കാനുണ്ട്. സേ ഐ ആം റൈറ്റിംഗ് സം നമ്പേഴ്സ് 1 2 3 4 5. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് പറഞ്ഞേ? വാട്ട് ഈസ് ദ ആവറേജ്? ഇറ്റ് ഈസ് 5 + 4 is 9 12 14 15. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 നമ്പർ അല്ലേ, അപ്പോൾ എത്രയാണ്? 3 കിട്ടും. ഇനി നോക്കിയേ, ഈ 3 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന നമ്പർ അല്ലേ. എന്ത് മനസ്സിലായി? എന്താണെന്ന് വെച്ചാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എഴുതുന്ന നമ്പർ, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ വാല്യൂ ആയിരിക്കും, നടുക്കുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ്. ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ്. ഇനി ചോദിച്ചേ, ഞാൻ ഈ ഓരോ നമ്പറിൻ്റെയും കൂടെ ഒരു നമ്പർ കൂട്ടുവാണ്. 2 വെച്ച് ഞാൻ കൂട്ടുവാണ്. അതായത് ഈ ഓരോ നമ്പറിൻ്റെയും കൂടെ 2 കൂട്ടുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 4 5 6 7. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലോ. ഇതിൻ്റെ ആവറേജ് എത്രയാണ്? ഇതിൻ്റെ ആവറേജ് മിഡിൽ നമ്പർ നോക്കിയാൽ പോരെ. മിഡിൽ നമ്പർ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ, തൊട്ട് മുമ്പ് ആവറേജ് എത്രയായിരുന്നു? 3. ഞാൻ ഇവിടെ എന്ത് ചെയ്ത്? എല്ലാ സംഖ്യയുടെയും കൂടെ എത്ര കൂട്ടിയത്? 2 അല്ലേ കൂട്ടിയത്. അപ്പം ആവറേജിന് എന്ത് പറ്റി? ആവറേജ് 2 കൂട്ടിയില്ലേ? 3 + 2 ആയില്ലേ 5. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. ആ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു ഫിക്സഡ് സംഖ്യ ഞാൻ കൂട്ടുവാണെങ്കിൽ ആവറേജിൻ്റെയും കൂടെ എത്ര മാറ്റും? ആ സംഖ്യ കൂട്ടപ്പെടും. കുറയ്ക്കുമ്പോഴും ഇത് ബാധകമാണ്. ഈവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഇത് ബാധകമാണ്. അപ്പോൾ നോക്കിയേ, സപ്പോസ് ഈ നമ്പേഴ്സിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 6 9 12 15. ആവറേജ് എത്രയാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ആവറേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡിൽ വാല്യൂ ആയിരിക്കത്തില്ലേ, 9 ആയിരിക്കത്തില്ലേ. ഇവിടുത്തെ ആവറേജ് 3 അല്ലായിരുന്നോ? ചുരുക്കം പറഞ്ഞാൽ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ പോരെ. 3 × 3 അല്ലേ 9 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഒരു സംഖ്യ കൂട്ടുകയോ ഒരു സംഖ്യ കുറയ്ക്കുകയോ ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആവറേജിനും അതേ മാറ്റം വരും. അത്രയേ ഉള്ളൂ. 2-3 കാര്യങ്ങളാണ് പഠിച്ചത്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആയിരിക്കും. എല്ലാ ടേംസിൻ്റെയും കൂടെ ഒരു ഫിക്സഡ് സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആവറേജിനും അതേ മാറ്റം വരും. അത്രയേ ഉള്ളൂ. ശരി, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഒറ്റ കാര്യമുള്ള എല്ലാ ക്വസ്റ്റ്യനകത്തും ടോട്ടൽ കണ്ടുപിടിക്കുക. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഈസ് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ എന്ന് പറയുമ്പോൾ ആവറേജിൻ്റെ നമ്പർ ആയിരിക്കത്തില്ലേ. ടോട്ടൽ ഈസ് ആവറേജ് മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ടോട്ടൽ കണ്ടുപിടിക്കാൻ നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് ഈസ് 15 years. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. എത്ര ആയിരിക്കും? 30 കുട്ടികളുടെ ആവറേജ് 15 ആണെങ്കിൽ ആ 30 കുട്ടികളുടെ ടോട്ടൽ പ്രായം എന്ന് പറയുമ്പോൾ 30 × 15 450 ആയിരിക്കും. ആയിക്കോട്ടെ. ഇഫ് ദ ഏജ് ഓഫ് ദ ടീച്ചർ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. ടീച്ചറിൻ്റെ പ്രായം കൂടെ കൂട്ടിയപ്പോൾ ആവറേജ് 16 ആയി. ഒന്ന് പറഞ്ഞേ,
ടീച്ചറിൻ്റെ പ്രായം കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര ആൾക്കാരായി മൊത്തത്തിൽ? 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ടീച്ചറും കൂടെ സഹിതം എത്ര പേരായി? 31 പേരാവത്തില്ലേ? ആവറേജ് 1 കൂടി എന്നല്ലേ, ആവറേജ് എത്രയാണ്? 16 എന്നല്ലേ പറയുക. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 31 × 16 എത്ര ആയിരിക്കും അവിടെ? 496 ആണല്ലോ. ഇതെന്താണ്? കുട്ടികളുടെ ടോട്ടൽ. ഇതെന്താണ്? കുട്ടികളുടെയും ടീച്ചറിൻ്റെയും കൂടെ ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ ടീച്ചറിൻ്റെ മാത്രം ടോട്ടൽ എത്ര ആയിരിക്കും? അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മാത്രം പ്രായം എത്ര ആയിരിക്കും? വ്യത്യാസം എടുത്താൽ പോലെ എത്ര ആയിരിക്കും? 496 450 കുറച്ചാൽ 46. മനസ്സിലായില്ലേ? ഇപ്പോൾ 46 ആണ് കറക്റ്റ് ആൻസർ. ഈ പാറ്റേണിലാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും. നോക്കാം നമുക്ക്. The average score of a batsman after his 50th innings was 46.4. ഒരു ബാറ്റ്സ്മാൻ്റെ 50 ഇന്നിങ്സ് കഴിയുമ്പോഴുള്ള ആവറേജ് 46.4. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. അവിടുന്ന് എത്ര ആയിരിക്കും? 50 കളിയിൽ നിന്ന് ടോട്ടൽ എടുത്തതെന്ന് പറയുമ്പോൾ 50 × 46.4 എത്ര ആയിരിക്കും അവിടെ? 50 × 46.4 ഈസ് 2320. ഓക്കെ. After 60 innings, his average score increases by 2.6. ഓക്കെ. 60 ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആവറേജ് എത്ര കൂടി എന്നാണ് പറഞ്ഞത്? 2.6 കൂടി. മുമ്പേ എത്ര ആയിരുന്നു? 46.4 അല്ലേ? അതിൻ്റെ കൂടെ 2.6 കൂടിയാൽ എത്ര കിട്ടും അവിടെ? 49 ആവത്തില്ലേ? 49 ആവും. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. 60 ഇന്നിങ്സ് കൊണ്ട് അവനെടുത്ത ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ് ഇത്? 60 × 49 എന്ന് പറയുമ്പോൾ 49 × 6 എത്രയാണ്? 294 അല്ലേ? 49 × 6 എന്ന് പറയുമ്പോൾ 54 5 294. ചുരുക്കം പറഞ്ഞാൽ 2940. ഇതിന് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും അവിടെ? 60 ഇന്നിങ്സിൽ ഇത്രയും എടുത്തിട്ടുണ്ട്, 50 ഇന്നിങ്സിൽ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിഫറൻസ് എന്തുമായിരിക്കും? വ്യത്യാസം എന്തായിരിക്കും? 51ാമത്തെ ഇന്നിങ്സ് തൊട്ട് 60ാമത്തെ ഇന്നിങ്സ് വരെ എടുത്ത റൺസ് ആയിരിക്കത്തില്ലേ? എത്ര ആയിരിക്കും അവിടെ? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 026 620 അല്ലേ? 620 റൺസ് അവൻ 51ാമത്തെ കളി തൊട്ട് 60ാമത്തെ കളി വരെ ആ 10 കളി കൊണ്ട് എടുത്തിട്ടുണ്ട് ടോട്ടൽ റൺസ്. അപ്പോൾ ആവറേജ് എത്ര ആയിരിക്കും? ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? ചുരുക്കം പറഞ്ഞാൽ 620 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 62 കിട്ടും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. The average weight of 8 firemen is increased by 0.5 kg when one fireman whose weight is 50 kg is replaced by a new person. Okay. നോക്കിയേ, 8 പേരുള്ള ഒരു ഫയർമാൻ ഗ്രൂപ്പ് ഉണ്ട്. ഒരാൾ പോയിട്ട് എത്ര ആൾ പോയി? വെയിറ്റ് ഈസ് 50 kg അല്ല, 50 kg ഉള്ളൊരു മനുഷ്യൻ പോയി. ഓക്കെ, ആയിക്കോട്ടെ. എത്ര kg ഉള്ളൊരു മനുഷ്യൻ അകത്ത് കയറിയപ്പോൾ x kg ഉള്ളൊരു മനുഷ്യൻ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ ആവറേജ് 0.5 കൂടി എന്നാണ് പറയുന്നത്. ആവറേജ് 0.5 കൂടി. അപ്പോൾ ഈ അകത്ത് കയറിയതിൻ്റെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ. 8 ആൾക്കാരുണ്ട്, ആവറേജ് 0.5 കൂടി. അപ്പോൾ ടോട്ടൽ എത്ര കൂടി കാണും? ടോട്ടൽ എന്ന് പറയുമ്പോൾ ആവറേജിൻ്റെ നമ്പർ അല്ലേ? 8 ആൾക്കാരുണ്ട്, 0.5 വെച്ച് കൂടി. ചുരുക്കം പറഞ്ഞാൽ എത്രയാണ്? 4 കൂടി. 4 ആയെന്നല്ല, 4 കൂടി. എപ്പോഴ്? 50 പ്രായം ഉള്ള ഒരു മനുഷ്യന് അപ്പുറത്തോട് പോയിട്ട് എത്ര ഒരു മനുഷ്യന് അകത്ത് കയറിയപ്പോൾ ഈ ടോട്ടൽ 4 കൂടി. അപ്പം പറഞ്ഞ് അകത്ത് കയറിയ മനുഷ്യൻ്റെ പ്രായം എത്ര ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് എത്ര ആയിരിക്കും? 54 ആയിരിക്കത്തില്ലേ? എങ്കിലല്ലേ 4 കൂടത്തുള്ളു. 50-നോട് 4 കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പം എന്തിവിടെ കണ്ടുപിടിച്ചത്? 8 ആൾക്കാരുടെ ആവറേജ് ടോട്ടൽ 0.5 കൂടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര കൂടി? 8 × 0.5 അല്ലെങ്കിൽ 4 കൂടി. 4 കൂടി. 50 പോയിട്ട് എത്ര മനുഷ്യൻ അകത്തോട്ട് കയറിയപ്പോൾ 4 കൂടിയെങ്കിൽ അകത്ത് കയറിയതിൻ്റെ പ്രായം അല്ലെങ്കിൽ വെയിറ്റ് എത്ര ആണെന്ന് ചോദിച്ചാൽ 54 ആയിരിക്കും. അടുത്ത് നോക്കിയേ.
ദ ആവറേജ് മന്ത്ലി ഇൻകം ഓഫ് എ പേഴ്സൺ ഇൻ എ സർട്ടൺ ഫാമിലി ഓഫ് 5 ഈസ് 10,000. ഓക്കെ, 5 ആൾക്കാരുടെ ആവറേജ് 10,000. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 50,000 ആയിരിക്കും. 5 × 10,000. വാട്ട് വിൽ ബി ദ ആവറേജ് മന്ത്ലി ഇൻകം ഓഫ് എ പേഴ്സൺ ഇൻ ദ സെയിം ഫാമിലി ഇഫ് ദ ഇൻകം ഓഫ് വൺ ഓഫ് ദ പേഴ്സൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1,20,000 പെർ ഇയർ. ഓക്കെ. ഒരാളുടെ ഇൻകം 1,20,000 കൂടി. വർഷത്തിൽ ആനുവൽ ഇൻകം ആണേ. വർഷത്തിൽ 1,20,000 കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം എത്ര കൂടി കാണും? ഇവിടെ 12 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ എത്ര കിട്ടും? ഒരു മാസം 10,000 കൂടിക്കാണും. ഒരു മാസം 10,000 കൂടിക്കാണും. മുമ്പ് എത്ര ഉള്ളത്? 50,000 അല്ലേ ഉള്ളത്. ഇപ്പം എത്രയായി? 10,000 കൂടി എന്നല്ലേ പറയുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ എത്ര ആയി കാണും? 60,000 ആയി കാണും. 60,000 ആയി കാണും. എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഇപ്പം 5 ആൾക്കാർ, സെയിം ആൾക്കാർ തന്നെ അല്ലേ. ഇപ്പം ആവറേജ് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എടുത്താൽ പോരെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര കിട്ടും അവിടെ? 12,000 കിട്ടത്തില്ലേ? 12,000 കറക്റ്റ് ആൻസർ. മുമ്പേ ആവറേജ് 10,000 ഉള്ളത് ഇപ്പം എത്രയായി? 12,000 ആയി. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യന് മാസം 10,000 രൂപ വെച്ചിട്ട് കൂടി. ഇപ്പം 50,000 ഉള്ളത് ഇപ്പം 60,000 ആയി. അപ്പം അതുകൊണ്ട് തന്നെ ആവറേജ് 12,000 ആയി. ഇത് പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിയേ. എ ഫാമിലി ഹാസ് 2 children along with their parents. Okay. The average weight of the children and their mother is 50 kg. Okay. അത് ചിൽഡ്രൻ ഉണ്ട്. 2 ചിൽഡ്രനും പിന്നെ അച്ഛനും അമ്മയും ഉള്ളത്. അപ്പോൾ 2 ചിൽഡ്രൻ്റെയും മദറിൻ്റെയും കൂടെ ആവറേജ് 50 അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും ഇവിടെ? 2 കുട്ടികളും ഒരു അമ്മയെന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരായി? 3 ആൾക്കാരായില്ലേ? 3 ആൾക്കാരുടെ ആവറേജ് 50 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 150 ആയിരിക്കത്തില്ലേ? ശരി. ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാദർ 52 അപ്പോൾ 2 ചിൽഡ്രൻ ഉണ്ട്. ഫാദറും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ആവറേജ് 52 അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 52 × 3 ആയിരിക്കത്തില്ലേ? ചുരുക്കം പറഞ്ഞാൽ 156 ആയിരിക്കും. ആണല്ലോ. അച്ഛൻ്റെ ഭാരം 60 ആണെങ്കിൽ അമ്മയുടെ ഭാരം എത്ര ആണ്? എങ്ങനെ കണ്ടുപിടിക്കുക? സോൾവ് ചെയ്യാമല്ലോ നിങ്ങൾക്ക്. ഫാദർ മൈനസ് മദർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? രണ്ടാമത്തെ ആദ്യത്തെ ഇക്വേഷൻ കുറയ്ക്കുമ്പം 6 കിട്ടത്തില്ലേ? അത് അച്ഛൻ്റെ പ്രായം മൈനസ് അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 6 അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രായ വ്യത്യാസം 6 അച്ഛൻ 60 ഉണ്ട്. അപ്പം അമ്മയ്ക്ക് എത്ര ആയിരിക്കും? അമ്മയ്ക്ക് 54 ആയിരിക്കത്തില്ലേ? എങ്ങനെയാണ്? അച്ഛൻ 60 60 മൈനസ് M = 6 ആണെങ്കിൽ M = എത്ര ആയിരിക്കും? 60 - 6 എന്ന് പറയുന്നത് 54 ആയിരിക്കും. അടുത്ത് നോക്കിയേ. ദ ആവറേജ് ഏജ് ഓഫ് എ ടീച്ചർ ആൻഡ് 3 students ഈസ് 20. മുമ്പ് ചെയ്ത അതേ പാറ്റേൺ. ടീച്ചറുണ്ട്, 3 കുട്ടികളുണ്ട്, ആവറേജ് 20 ആണ്. If all the 3 students are of the same age and the difference between the teacher and each student is 20 years. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതായത് ടീച്ചർക്ക് കുട്ടികളെക്കാൾ 20 പ്രായം കൂടുതലാണ്. അപ്പോൾ ടീച്ചറിന് ഞാൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് S പ്രായം ഉണ്ടെന്ന് വിചാരിച്ചോ. S എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ S. അപ്പോൾ ടീച്ചറിന് എത്ര ആയിരിക്കും അവിടെ? S+20 ആയിരിക്കത്തില്ലേ? കാരണം ക്വസ്റ്റ്യന് പറയുന്നുണ്ട് 20 വയസ്സ് ഗ്യാപ്പുണ്ട്. ഇനി എന്നിട്ടൊന്നും കൂടെ വായിച്ചേ. ദ ആവറേജ് ഏജ് ഓഫ് എ ടീച്ചർ ആൻഡ് 3 students 20 വയസ്സാണ്. ഓക്കെ. അപ്പം ടീച്ചറുണ്ടത്, ടീച്ചർ പ്ലസ് 3 students അല്ലേ? അപ്പം 3 students കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും? 20. ഇപ്പം എത്ര പേരായി? ടീച്ചറും 3 ആൾക്കാരെന്ന് പറയുമ്പോൾ 4 ആൾക്കാരായി. 4 ആൾക്കാരുടെ ആവറേജ് 20 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ആണല്ലോ. S കണ്ടുപിടിക്കാമല്ലോ നിങ്ങൾക്ക്. കണ്ടുപിടിച്ച് എസും 3S കൂടെ കൂട്ടുമ്പോൾ 4S. 4S + 20 എന്ന് പറയുന്നത് 80. 4S എന്ന് പറയുന്നത് 60. S എത്ര കിട്ടും? സ്റ്റുഡൻറ്റിൻ്റെ പ്രായം 15 ആണല്ലോ. ടീച്ചറിൻ്റെ പ്രായം 20 കൂടാണല്ലോ. ടീച്ചർ S+20 അല്ലേ?
എസ് 15 ആണെങ്കിൽ എസ് പ്ലസ് 20 എത്ര ആയിരിക്കും അവിടെ? എസ് പ്ലസ് 20 എന്ന് പറയുമ്പോൾ 15 പ്ലസ് 20 എന്ന് പറയുമ്പം 35 ആയിരിക്കും. അപ്പം ടീച്ചറിൻ്റെ പ്രായം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? 35. കുട്ടികളുടെ പ്രായം എത്രയാണെന്ന് വെച്ചാൽ എന്ത് പറയും? 15. അടുത്ത നോക്കിയേ. In a class, there are 3 groups A, B and C. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. Okay. If one student from group A and 2 students from group B are shifted to group C. Okay. ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റിനെ, ഇവിടുന്ന് 2 സ്റ്റുഡൻറ്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ആവറേജ് വെയ്റ്റിന് എന്ത് സംഭവിക്കും? എന്ത് പറ്റും ഇവിടെ? ഈ ക്ലാസ്സിൽ ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ടോ? ഇല്ല. ആകെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഈ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് നടന്നു. അത് നടന്നു എന്ന് വെച്ചിട്ട് ടോട്ടൽ മാറുമോ? ഇല്ല. നമ്പർ മാറുമോ? ഇല്ല. അപ്പം ആവറേജ് മാറുമോ? ഇല്ല. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇറ്റ് റിമെയിൻസ് ദ സെയിം. കാരണം ഒരു ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പം ടോട്ടൽ മാറില്ല, നമ്പർ മാറില്ല, അപ്പം ആവറേജ് മാറത്തില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. There are 2 classes A and B having 25 and 30 students respectively. Okay. Class A ഉണ്ട്, ക്ലാസ് B ഉണ്ട്. 25 30 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്. In class A, the highest score is 21 and lowest score is 17. 17 തൊട്ട് 21 വരെയാണ് ഇവിടെ ഉള്ള മാർക്കുകൾ. ക്ലാസ് ബിയിൽ ഹയസ്റ്റ് സ്കോർ 30 ആണ്, ലോവസ്റ്റ് 22 ആണ്. അപ്പോൾ 22 തൊട്ട് 30 വരെയാണ് ഇവിടെ ഉള്ള മാർക്കുകൾ. ഇവിടുന്ന് 4 കുട്ടികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരി എന്നുള്ളത്? ദ ആവറേജ് സ്കോർ ഓഫ് ദ ക്ലാസ് ബി വിൽ ഡെഫിനറ്റ്ലി ഡിക്രീസ്. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? നോക്കിയേ. ക്ലാസ് എയിലെ മാർക്ക് എത്രയാണ്? 17-ന് 21-നും ഇടയിലല്ലേ? ഇവിടെ എത്രയാണ്? 22-നും 30-നും ഇടയിലല്ലേ? ചുരുക്കം പറഞ്ഞാൽ ക്ലാസ് ബിയിലുള്ള കുട്ടികൾക്ക് എന്തുമായാലും ക്ലാസ് എക്കാൾ മാർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള കുട്ടികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെയുള്ള ആവറേജ് തീർച്ചയായിട്ടും കുറയത്തില്ലേ? കാരണം കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നു പോയി. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ബിയിലെ ആവറേജ് കുറയും എന്നുള്ളത് ഉറപ്പാണ്. ക്ലാസ് എയിലെ ആവറേജ് കൂടുമോ? ക്ലാസ് എയിലെ ആവറേജ് കൂടുമോ? ഇല്ല. എന്താ കൂടാത്തത്? കൂടണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് എയിലെ മാർക്ക് എത്രയാണ്? 17-ന് 21-നും ഇടയിലല്ലേ? സപ്പോസ് ക്ലാസ് എയിൽ നിന്ന് ഞാൻ ഒട്ടും പഠിക്കാത്ത കുറേ കുട്ടികളെ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് മാറ്റി. ഓക്കെ. അപ്പം ക്ലാസ് എയിലെ ആവറേജ് എന്തുവാകും? ആവറേജ് കൂടത്തില്ലേ? കാരണം എന്താണ്? ഒട്ടും പഠിക്കാത്ത കുട്ടികളെ മാറ്റി. ഇപ്പോൾ വീക്കായിട്ടുള്ള കുട്ടികളെല്ലാം പോയി. അപ്പം തീർച്ചയായിട്ടും ക്ലാസ് ഒന്ന് ബ്രൈറ്റ് ആവും. അതായത് ആവറേജ് കൂടും. നേരെ തിരിച്ചിട്ട് സംഭവിക്കാമല്ലോ. ഈ ക്ലാസ്സിൽ ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മാർക്കുള്ള കുട്ടികളെ ഞാൻ അങ്ങോട്ട് മാറ്റിയാൽ ഈ ക്ലാസ് എന്തുവാകും? ക്ലാസ് എ വീക്കാവത്തില്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആവറേജ് കുറയത്തില്ലേ? ചുരുക്കം പറഞ്ഞാൽ ഇത് തെറ്റാണ്. ഇത് അവിടെ നിർബന്ധമില്ല. ക്ലാസ് എയുടെ ആവറേജ് കൂടുകയും ചെയ്യാം, ക്ലാസ് എയിലെ ആവറേജ് കുറയുകയും ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ഏത് ടൈപ്പ് ഓഫ് കുട്ടികളെയാണ് ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് മാറ്റുന്നതെന്ന്. ക്ലിയർ? അപ്പോൾ ഇതിന് ആൻസർ 1 ഉള്ളിയാണ്. അടുത്ത് നോക്കിയേ. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ബി സി ഈസ് 40 kg. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ടോട്ടൽ എഴുതാമല്ലോ. എ ബി സിയുടെ ആവറേജ് 40 ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 40 × 3 അല്ലേ? 3 ആൾക്കാരുണ്ട്, 120 ആയിരിക്കും. ആയിക്കോട്ടെ. ദ ആവറേജ് വെയിറ്റ് ഓഫ് ബി ഡി ഇ ഈസ് 42. അപ്പോൾ എന്ത് എഴുതാം? ബി പ്ലസ് ഡി പ്ലസ് ഇ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും?
42 into 3 ആയിരിക്കും. 42 into 3 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 126. ഓക്കെ. ആൻഡ് ദ വെയ്റ്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ബി. എഫും ബിയും തുല്യമാണ്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇവിടെ 2 ബി കിടപ്പുണ്ടല്ലോ. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇതാ ഈ ബിയെ മാറ്റിയിട്ട് ഇവിടെ എഫ് ആയിട്ട് എഴുതാമല്ലോ. കാരണം ബിയും എഫും തുല്യമാണ്, തുല്യ വെയിറ്റ് ആൾക്കാരാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ്, അതായത് എ ബി സി ഡി ഇ എഫിൻ്റെ ആവറേജ് എത്രയാണ് കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് കൂട്ടിയാൽ പോരെ? ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ്. റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുമ്പോഴോ 120 പ്ലസ് 126 എത്രയാണ്? 246. ഇത് എത്ര ആൾക്കാരുണ്ടേ? 6 ആൾക്കാരല്ലേ? 6 ആൾക്കാർ ടോട്ടൽ 246 ആണെങ്കിൽ ആവറേജ് എത്ര ആയിരിക്കും? 246 ഡിവൈഡഡ് ബൈ 6 എടുത്താൽ പോരെ? ആവറേജ് എത്ര ആയിരിക്കും കിട്ടുക നമുക്ക്? 41 ആണ്. 41 kg ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സപ്പോസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് 9 persons ഈസ് 50 kg. ഓക്കെ. അപ്പോൾ അതിന് ചുരുക്കം 9 ആൾക്കാരുണ്ട്. 1 തൊട്ട് 9 ആൾക്കാരുണ്ട്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര ആയിട്ടുണ്ട്? ടോട്ടൽ എത്രയാണ്? ആവറേജ് 50 ആണെങ്കിൽ 9 × 50 എന്ന് പറയുമ്പം 450 ആണ്. ഓക്കെ. ദ ആവറേജ് വെയിറ്റ് ഓഫ് ഫസ്റ്റ് 5 persons ഈസ് 45. അതിന് മീനിങ് എന്താണ്? 1 തൊട്ട് 5 വരെ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് 45 അല്ലേ? 45 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 45 × 5 എന്ന് പറയുമ്പോൾ 225 അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാര്യം എഴുതിക്കൂടെ? 1 തൊട്ട് 9 വരെ കൂട്ടുമ്പോൾ 450, 1 തൊട്ട് 5 വരെ കൂട്ടുമ്പോൾ 225 ആണെങ്കിൽ ബാലൻസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 10 9 എത്ര ആയിരിക്കും? ഇതിൻ്റെ വ്യത്യാസമായിരിക്കത്തില്ലേ? 450 225 കുറച്ചാൽ 225. ഓക്കെ. അടുത്ത് എന്താ പറയുക? ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 persons 55 ആണ്. ലാസ്റ്റ് 5 persons എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? 5, 6, 7, 8, 9. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 5-ാമൻ പ്ലസ് 6-ാമൻ പ്ലസ് 7-ാമൻ പ്ലസ് 8-ാമൻ പ്ലസ് 9-ാമൻ ടോട്ടൽ എത്ര കിട്ടും അവിടെ? 55 × 5 അല്ലേ? 55 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 250, 25, 275. ഓക്കെ. നമ്മുടെ ചോദ്യം എന്താണ്? വെയിറ്റ് ഓഫ് ദ 5th person. എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടെ നോക്കിയേ. 6 തൊട്ട് 9 വരെ കൂട്ടുമ്പോൾ 225, 5 തൊട്ട് 9 വരെ കൂട്ടുമ്പോൾ 275. ഇവിടെ ആരും ഒരാൾ എക്സ്ട്രാ ആയിട്ടുള്ള 5 മാത്രമല്ല എക്സ്ട്രാ ആയിട്ടുള്ള 5ൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും? ഡിഫറൻസ് എടുത്താൽ പോരെ? ഡിഫറൻസ് എത്രയാണ്? 275 നിന്ന് 225 കുറച്ചാൽ എത്രയാണ്? 50 അല്ലേ? 50. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 50 kg ആയിരിക്കും. മനസ്സിലായില്ലേ എങ്ങനെ ചെയ്തതെന്ന്? ടോട്ടൽ കണ്ടുപിടിച്ച് വ്യത്യാസം എടുത്തു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. ദ സം ഓഫ് ദ ഏജസ് ഓഫ് 5 members കംപ്രൈസിങ് എ ഫാമിലി 3 years ago വാസ് 80 years. ഓക്കെ. 3 വർഷം മുമ്പ് 5 പേരുള്ള ഒരു ഫാമിലിയുടെ ടോട്ടൽ 80 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയാണ്? 3 വർഷം മുമ്പ് ആ ഫാമിലിയുടെ ആവറേജ് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിവൈഡഡ് ബൈ 5 അല്ലേ? ടോട്ടൽ ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 16. അപ്പോൾ ഇത് ഈ 16ൻ്റെ മീനിങ് എന്താണ്? 3 years ബാക്കിലെ 3 വർഷം മുമ്പുള്ള ആവറേജ് ആണ്. 3 years ബാക്കിലെ ആവറേജ് ആണ്. ആണല്ലോ. The average age of the family today is the same as it was 3 years ago because of the addition of a baby during the intervening period. Meaning എന്താണ്? സപ്പോസ് 3 വർഷം കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഓരോ 3 വയസ്സ് വെച്ച് കൂടത്തില്ലേ? അപ്പം ആവറേജ് എത്ര ആവും? ആവറേജ് 16 നിൽക്കത്തില്ല. 16 എന്നുള്ളത് എത്ര ആവും? 19 ആവുമല്ലോ.
കാരണം 3 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും 3 വയസ്സ് കൂടും, ആവറേജ് 3 കൂടും. അപ്പോൾ ടോട്ടൽ എത്ര വരേണ്ടത്? ആവറേജ് 3 വർഷം കഴിയുമ്പോൾ ഇപ്പം പ്രസൻറ്റ് 19 വരണമായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ടോട്ടൽ എത്ര വരേണ്ടത്? 19 × 5 എന്ന് പറയുമ്പോൾ 95 ആയിരുന്നു ടോട്ടൽ വരേണ്ടി ഇരുന്നത്, ആണല്ലോ. പക്ഷേ ഒരു ചെറിയ സംഭവം നടന്നു. ആവറേജ് മാറിയില്ല. ആവറേജ് മാറിയില്ലെന്ന് വെച്ചാൽ മുമ്പേ 16 അല്ലായിരുന്നു ആവറേജ്, ഇപ്പോഴും 19 ആയില്ല, 16 തന്നെയാണ് ആവറേജ് നിൽക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് 16 തന്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ജനിച്ചു. അതായത് ഇപ്പം 5 ആൾക്കാരല്ല ഫാമിലിയിൽ, എത്ര ആൾക്കാരാണ്? 6 ആൾക്കാരുണ്ട് ആ ഫാമിലിയിൽ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? 16 × 6 അല്ലേ ഇപ്പോഴുള്ള ടോട്ടൽ പ്രായം എന്ന് പറയുന്നത്, എക്സാക്ട്ലി നടക്കുന്നത്. 16 × 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 96. 96 ആണ് ഇപ്പോഴുള്ള കറണ്ട് ടോട്ടൽ. എത്ര കിട്ടേണ്ടടുത്ത്? കുട്ടി ജനിച്ചില്ലായിരുന്നെങ്കിൽ 95 ടോട്ടൽ വരാവും. കുട്ടി ജനിച്ചത് കൊണ്ട് ടോട്ടൽ 96 ആയി. അപ്പം കുട്ടിയുടെ പ്രായം എത്ര ആയിരിക്കും? 1 വയസ്സായിരിക്കത്തില്ലേ കുട്ടിക്ക്? കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഇതിന് ഡിഫറൻസ് ആയിരിക്കത്തില്ലേ? ഇതിന് ഡിഫറൻസ് എത്രയാണ്? 1 ഇയർ അല്ലേ? അപ്പോൾ 1 വയസ്സായി കുട്ടിക്ക്. കുട്ടി ജനിച്ചിട്ട് 1 വയസ്സായി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ചോദ്യം. ഹൗ ഓൾഡ് ഈസ് ദ ബേബി? 1 ഇയർ ആണ്. മനസ്സിലായില്ലേ? അടുത്ത് നോക്കിയേ, നല്ലൊരു ചോദ്യമായിരുന്നു. There are 13 2-digit consecutive odd numbers. ഓക്കെ, ഞാൻ ഒരു കൺസെപ്റ്റ് തുടക്കം പറഞ്ഞില്ലേ? ആവറേജ് എന്ന് പറയുമ്പോൾ മിഡിൽ വാല്യൂ ആയിരിക്കും, അല്ല ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആയിരിക്കും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത്. ഓക്കെ, 13 2-digit consecutive odd numbers ഉണ്ട്. ഓക്കെ, 39 is the mean of the first 5 such numbers. ഓഡ് നമ്പേഴ്സ് ആണ്, അപ്പോൾ 2 വെച്ചിട്ടുള്ള ഗ്യാപ്പാണ്. 39 ആണ് മീൻ. 5 ആൾക്കാരുടെ മീൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡിൽ വാല്യൂ ആയിരിക്കുമല്ലോ. മിഡിൽ വാല്യൂ എന്ന് പറയുമ്പോൾ 3ാമത്തെ മനുഷ്യനല്ലേ? അപ്പോൾ 3ാമത്തെ നമ്പർ എത്ര ആയിരിക്കും ഇവിടെ? 39 ആയിരിക്കത്തില്ലേ? 5 ആൾക്കാരുടെ മീൻ 39 എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ 39 ആയിരിക്കും, ഓഡ് നമ്പറുമാണ്. അപ്പോൾ ഇത് 39 ആണെങ്കിൽ ഈ നമ്പേഴ്സൊക്കെ എത്ര ആയിരിക്കും ഇവിടെ? 37 ആയിരിക്കും, ഇത് 35 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും? 41 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും? 43 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ മീൻ ഓഫ് ഓൾ ദ 13 നമ്പേഴ്സ്. ഓക്കെ, 13 ആൾക്കാരുണ്ട്. ഓക്കെ, 13 ആൾക്കാരുണ്ടെങ്കിൽ അവയുടെ കറക്റ്റ് നടുക്കെന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പർ ആയിരിക്കും? 13 പേര് നിരന്നിക്കുവാണ്. 13 പേര് നിരന്നിക്കുമ്പോൾ കറക്റ്റ് നടുക്കെന്ന് പറഞ്ഞാൽ എത്രാമത്തെ മനുഷ്യനായിരിക്കും? 7ാമത്തെ മനുഷ്യനായിരിക്കും അല്ലേ? 6 പേര്, 6 6 12, നടുക്ക് 1 13. അപ്പം ചുരുക്കം പറഞ്ഞാൽ 7ാമത്തെ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 1 2 3 4 5 6 7. ഇതാ ഈ നമ്പർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഓഡ് നമ്പേഴ്സ് അല്ലേ. 43 ആണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 45 ആയിരിക്കും. 45 ആണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 47 ആയിരിക്കും. മനസ്സിലായില്ലേ? 7ാമത്തെ ആളെന്ന് പറയുന്നതായിരിക്കും 13 ആൾക്കാരിലുള്ള മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A student on her first 3 tests received an average score of n points. ഓക്കെ, ആദ്യത്തെ 3 ടെസ്റ്റിൽ കുട്ടിയുടെ ആവറേജ് n ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും അവിടെ? 3n ആയിരിക്കും. If she exceeds her previous average score by 20 points in her 4th test. ഓക്കെ, മുമ്പെയുള്ള ആവറേജ് സ്കോറിനേക്കാൾ 20 പോയിന്റ് ഇപ്പം കുട്ടിക്ക് കിട്ടി. അതായത് ചുരുക്കം പറഞ്ഞാൽ മുമ്പെയുള്ള ആവറേജ് സ്കോർ n ആയിരുന്നു, അതിൻ്റെ കൂടെ 20 കൂടി. അപ്പം ഇതാണ് ഇപ്പോഴത്തുള്ള ടോട്ടല്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം കഴിയുമ്പോഴുള്ള ആവറേജ് എത്രയാണ്? 4 ടെസ്റ്റിൻ്റെ ആവറേജ് നമ്മൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ 4 എടുത്താൽ പോരെ? കഴിഞ്ഞു. സിമ്പിൾ ചോദ്യമാണ്, പഴയ ചോദ്യമാണിത്. അപ്പം എത്ര കിട്ടാം? 3n + n എന്ന് പറയുമ്പോൾ 4n. 4n + 20 ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? n + 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5. n + 5.
മനസ്സിലായില്ലേ? ടോട്ടൽ 3n. അടുത്ത ടെസ്റ്റിൽ ആവറേജിനേക്കാൾ 20 കൂടി. അപ്പോൾ ആവറേജ് n ആയിരുന്നു. ഇപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ n+20. 4 ടെസ്റ്റായി ഡിവൈഡഡ് ബൈ 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n+5 കിട്ടും. അടുത്തേത് ദ ആവറേജ് മാർക്സ് ഓഫ് 100 സ്റ്റുഡൻസ് ആർ ഗിവൺ ടു ബി 40. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്? 100 × 40 എന്ന് പറയുമ്പം 4000. ഓക്കെ. ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് മാർക്സ് ഓഫ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് വെയർ 53 വിച്ച് വെയർ മിസ്റെഡ് ആസ് 83. ഓക്കെ 53 എന്നുള്ളത് 83 അറിയാതെ തെറ്റിച്ച് വായിച്ചു പോയി. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള 83 കിടപ്പുണ്ടല്ലോ. ആ തെറ്റായിട്ടുള്ള 83 എടുത്ത് കളയണ്ടേ ഞാൻ? എന്നിട്ട് എന്ത് വേണം? കറക്റ്റായിട്ടുള്ള 53 ആഡ് ചെയ്താലല്ലേ എനിക്ക് കറക്റ്റായിട്ട് മീൻ കിട്ടത്തുള്ളൂ, കറക്റ്റ് ടോട്ടൽ കിട്ടത്തുള്ളൂ. തെറ്റായിട്ടുള്ള 83 എടുത്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള 53 ആഡ് ചെയ്യണം. ശരി, എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്? 100 ആൾക്കാർ തന്നെ. എത്ര കിട്ടും അവിടെ? -83 + 53 -30, അതായത് 3970. 3970 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 1000 അല്ല 100. 100 100 പേരല്ലേ ഉള്ളത്. അപ്പോൾ എത്ര കിട്ടും? 39.7. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡേറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. For 5 children, the average age A less than B less than C less than D less than E. Any two successive ages differ by 2 years. Okay. What is the average age of the youngest child? എല്ലാം 2 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവൻ്റെ പ്രായം A ആണെങ്കിൽ ഇത് A+2 ആയിരിക്കും, ഇത് A+4 ആയിരിക്കും, ഇത് A+6 ആയിരിക്കും, ഇത് A+8 ആയിരിക്കും. 2 ഗ്യാപ്പിലാണ് പോകുന്നത്. ആയിക്കോട്ടെ. ദ ആവറേജ് ദ ഏജ് ഓഫ് ദ എൽഡസ്റ്റ് ഈസ് 3 times the youngest. നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ സിസ്റ്റത്തിലുള്ള ചോദ്യമാണല്ലേ. ഏജ് ഓഫ് ദ എൽഡസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? A+8 എന്ന് പറയുന്നത് 3 times the youngest ആണ്. 3 times A എന്നല്ലേ പറയുന്നത്. സോൾവ് ചെയ്ത് നമുക്ക് A കിട്ടത്തില്ലേ? 2A = 8 കിട്ടും. A = എത്ര കിട്ടും? 4 കിട്ടും. എയുടെ വാല്യൂ 4 ആണ്. നമ്മുടെ യങ്ങസ്റ്റ് ചൈൽഡിൻ്റെ ഏജ് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഇത് ആൻസർ കിട്ടും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ ദ ആവറേജ് ഏജ് ഓഫ് ദ ചിൽഡ്രൻ ഈസ് 8 years. ഓക്കെ 5 ആൾക്കാരല്ലേ? 5 ആൾക്കാരല്ലേ? ആവറേജ് 8 ആണെന്ന് പറയുന്നത് ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ആണല്ലോ. ആവറേജ് 8 ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മിഡിൽ വാല്യൂ 8 ആയിരിക്കണ്ടേ? ആണല്ലോ. 2 വെച്ച് കൂട്ടിയല്ലേ പോകേണ്ടത്. അപ്പോൾ ഇത് 8 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് 6 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? ഇത് അഗെയിൻ നമുക്ക് മുമ്പേ കിട്ടിയ സെയിം ആൻസർ ആയിട്ടുള്ള 4 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നില്ലേ? 4 എന്നുള്ള ആൻസർ കിട്ടുന്നില്ലേ? ഇതിൽ നിന്ന് A 4 കിട്ടുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഏറ്റവും ചെറിയ കുട്ടിയുടെ പ്രായം 4 ആണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 1 നിന്ന് ആൻസർ കിട്ടും, 2 നിന്ന് ആൻസർ കിട്ടും. അത് നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അലോൺ ബട്ട് കാനോട്ട് ബി. അല്ല, 2 നിന്ന് ആൻസർ കിട്ടും. അപ്പോൾ അതല്ല. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് ഈദർ സ്റ്റേറ്റ്മെൻറ്റ് അലോൺ. കറക്റ്റ് അല്ലേ? 2 നിന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത് നോക്കിയേ. ABC competed in same weight lifting tournament and one of them won. അത് A, B, C weight lifting പങ്കെടുത്തു. ഇത് ഒരാൾ വിജയിച്ചു. It is also known that the weight lifted by C was the average weight lifted by A and B. C ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പല്ലേ? C മിഡിൽ വാല്യൂ ആയിരിക്കുമല്ലോ. അതായത് എയുടെയും ബിയുടെയും മിഡിൽ ആയിരിക്കും C. അപ്പോൾ ഇങ്ങനെയും വരാം, എങ്ങനെയും വരാം. B കപ്പടിക്കാം. B ഫസ്റ്റ് അടിച്ചിട്ട് A ലാസ്റ്റും അടിക്കാം. അതായത് ഒന്നുകിൽ A കപ്പടിച്ചിട്ട് C സെക്കൻഡ്, B തേർഡ്. നേരെ തിരിച്ചിട്ടും വരാം. B ഫസ്റ്റ്, C സെക്കൻഡ്, A തേർഡ്. അപ്പോൾ ഏതൊക്കെ കേസിലായാലും C നടുക്കാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? വിന്നർ എയും ആവാം, ബിയും ആവാം. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയേ.
The weight lifted by A plus weight lifted by C is 210. ഓക്കെ, അതിനെന്താ ഒന്നുമില്ല, ഇത് രണ്ടും കൂടി 210 വരണം, ഇത് രണ്ടും കൂടി 210 വരണം. സോ വാട്ട്, ഒന്നുമില്ല. അപ്പം അതിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതൊരു വേഗ സ്റ്റേറ്റ്മെൻ്റ് ആണ്. The weight lifted by C is 40 kg more than the weight lifted by A നോട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. വെയിറ്റ് ലിഫ്റ്റഡ് ബൈ എ എന്ന് വായിച്ചോ. The weight lifted by C is 40 kg more than the weight lifted by A. അന്ന് പറഞ്ഞാൽ ഏതേ വരത്തുള്ളൂ? സി എക്കാൾ ഭാരം പൊക്കണം എന്നുള്ളതല്ല മീനിങ്. അപ്പം എ ആയിരിക്കത്തില്ലേ സി ആയിരിക്കത്തില്ലേ കപ്പടിക്കേണ്ടത്, ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ഈ കേസല്ലേ വരത്തുള്ളൂ. എക്കാൾ സി പൊക്കണമെങ്കിൽ ഇത് ഇവിടെയല്ലേ വരാൻ പറ്റുമോ? ഇവിടെ എ ആണ് കൂടുതൽ പൊക്കുന്നത്. അപ്പം ഇതല്ല ഈ കേസാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതല്ല ഈ കേസാണ്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ നമ്മുടെ പക്ക ആൻസർ ഇതായിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ആൻസർ കിട്ടത്തില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. The question can be answered by using one of the statements alone, but cannot be answered using the other statement alone. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ആൻസർ കിട്ടത്തില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആൻസർ കിട്ടും. നല്ലൊരു ചോദ്യമായിരുന്നു. അതുപോലെ ചോദ്യം നോക്കിയേ. ഈസ് ദ ആവറേജ് അരിത്തമെറ്റിക് മീൻ സ്കോർ ഓഫ് ദ ടെസ്റ്റ് 50? അതായത് ഒരു ടെസ്റ്റ് നടന്നു, ആ ടെസ്റ്റിൽ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് 50 ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് സ്കോർഡ് മോർ ദാൻ 50 ആൻഡ് ഹാഫ് ലെസ് ദാൻ 50. 50 പകുതി കുട്ടികൾ 50 താഴെ മാർക്ക് സ്കോർ ചെയ്തു, പകുതി കുട്ടികൾ 50 എബോ മാർക്ക് സ്കോർ ചെയ്തു. എന്ന് വെച്ചിട്ട് ആവറേജ് 50 ആവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. 50 എത്ര മേളിലോട്ട് എന്ന് പറയുമ്പോൾ എത്ര വരെ പോവാം നമുക്കറിയത്തില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയത്തില്ല, എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല. അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹയസ്റ്റ് സ്കോർ 80 ആണ്, ലോവസ്റ്റ് സ്കോർ 20 ആണ്. ഓക്കെ, ഹയസ്റ്റ് അപ്പോൾ 80 വരെ പോകുന്നുള്ളൂ, ലോവസ്റ്റ് 20 വരെ പോകുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് ആവറേജ് 50 ആണോ എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അതിന് ഡിസ്ട്രിബ്യൂഷൻ അറിയത്തില്ലല്ലോ. എല്ലാവർക്കും 80ൻ്റെ അടുത്താണോ മാർക്ക് അല്ലെങ്കിൽ 20ൻ്റെ അടുത്താണോ മാർക്ക് അറിയത്തില്ല. അതനുസരിച്ചിട്ട് ആവറേജ് 50 മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ രണ്ടും കൂടെ ഉപയോഗിച്ചാൽ പോലും നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ടോട്ടൽ മാറിക്കൊണ്ടിരിക്കും. ടോട്ടൽ മാറുന്നതനുസരിച്ചിട്ട് എന്തും മാറും, ആവറേജും മാറും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 2 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 അലോൺ സഫിഷ്യൻ്റ് ഒന്നുമല്ല, സ്റ്റേറ്റ്മെൻറ്റ് 2 അലോൺ സഫിഷ്യൻ്റ് അല്ല, ഈതർ സ്റ്റേറ്റ്മെൻറ്റ് 1 അലോൺ അതല്ല. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ടുഗദർ ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ഒരു സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. സെയിം കൺസെപ്റ്റാണ്. ഈ വർഷത്തെ 2024 UPSC ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ആവറേജിനകത്ത് കുറച്ച് കൺസെപ്റ്റുകളേ ഉള്ളൂ. ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ മിഡിൽ വാല്യൂ ആണ്. പിന്നെ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഏതെങ്കിലും സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ആവറേജിനും അതേ മാറ്റം വരും. അപ്പോൾ അതിനെ ബേസിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.